നാടൻ പാട്ട് അത് നടക്കുന്ന വേദിയിലെ ചെറിയൊരു പ്രതിഷേധം, അത് നേരത്തെ ഭദ്ര തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു ആ പ്രതിഷേധത്തിൻ്റെ വാർത്ത. അതെന്താണെന്ന് നമുക്ക് വിശദമായി ഈ റിപ്പോർട്ടിലൂടെ നോക്കാം. നാടൻ പാട്ടിന് അനുയോജ്യമായ ശബ്ദ സംവിധാനമില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധമുയർന്നത്. അതിൻ്റെ വാർത്തയിൽ വേദി 18-ആയ സെന്റ് ജോസഫ് സ്കൂളിൽ രാവിലെ 10 മണിയോടുകൂടി നാടൻപാട്ട് മത്സരം ആരംഭിച്ചതോടെയാണ് പ്രതിഷേധവുമായി ഒരു കൂട്ടം കലാകാരന്മാർ രംഗത്തെത്തിയത്. പാട്ടുകൾക്ക് അനുയോജ്യമായ ശബ്ദ സംവിധാനം ഇല്ലാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണം. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുവാൻ ശ്രമിച്ചതോടെ ഇവർ പാട്ടുപാടി പ്രതിഷേധിക്കുകയായിരുന്നു. വാട്ട്സ് സൗണ്ടിൽ നമ്മൾ ഈ ലോട്ടറി വെക്കാൻ പോലെ ഇതിലും നല്ല മൈക്കാന്ന് കൊടുക്കല്. അതെ ലോട്ടറി വെക്കുന്നവര് മൈക്ക് അങ്ങനെ കൊടുക്കല്. ഇത് ലോട്ടറി വെക്കേണ്ട മൈക്ക് പോലും ഇല്ല. ഇടുങ്ങിയ ഹാളിൽ നിലവാരമില്ലാത്ത ശബ്ദ സംവിധാനം കൂടിയായതോടെ പാട്ടുകൾ കൃത്യമായി കേട്ട് വിലയിരുത്തുവാൻ ജഡ്ജസിന് കഴിഞ്ഞില്ല. നേരത്തെ തന്നെ വേദി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സംഘാടകർ തയ്യാറായില്ല. കുട്ടികളുടെ പാട്ടുകളാണ് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കണം. പാട്ടും കൊട്ടും എല്ലാം കൂടെ വ്യക്തമായിട്ട് കേൾക്കണം. ഈ ഹാളിനകത്ത് ഭയങ്കര മുടക്കമാണ്. തന്നെയല്ല വേണ്ടത്ര സൗണ്ട് സംവിധാനങ്ങളില്ല. അപ്പം പ്രതിഷേധം ഇങ്ങനെ നടക്കുന്നതല്ലാതെ സംഘാടകർ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടും നമ്മളെ വെറും പുച്ഛ മനോഭാവത്തോടു കൂടിയാണ് ഇതിൻ്റെ സംഘാടകർ കാണുന്നത്. സ്റ്റേജ് മാനേജർ ഉൾപ്പെടെയുള്ളവർ വളരെ പുച്ഛത്തോടു കൂടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പം ഈ കലാകാരന്മാരെ കാണുന്നത്. ഇതിനെതിരെയാണ് ഞങ്ങൾ പാട്ടുപാടി പ്രതിഷേധിച്ചത്. ജില്ലാ കലോത്സവങ്ങളിൽ ഇതിലും മികച്ച ശബ്ദ സംവിധാനമായിരുന്നു. എന്നാൽ സംസ്ഥാന കലോത്സവത്തിൽ നാടൻ പാട്ടിനെ അവഗണിക്കുന്ന സമീപനമാണ് സംഘാടകരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നതെന്നാണ് ആക്ഷേപം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.